ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി കുറെ കെറ്റിലായിട്ടൊക്കെ വരികയാണ്. അപ്പോഴേക്കും ശ്രുതി ആകെ അമ്പരന്ന് നിൽക്കുക. കാരണം സച്ചിയും രേവതിയും അവിടെ ഉണ്ടെന്ന് ശ്രുതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ദൈവമേ, ഞാൻ സച്ചിയുടെയും രേവതിയുടെയും കൺമുന്നിൽ പെടുമോ എന്നുള്ളൊരു ചിന്ത ശ്രുതിയെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ചിങ്ങനെ നടക്കുക. ആ സമയത്താണ് ദേ വരുന്നു സച്ചിൻ രേവതി നേരെ മുന്നിൽ തന്നെ. അപ്പോൾ രേവതി ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ സച്ചിയായിട്ട് നോക്കിയ സച്ചിയായിട്ട് ദേ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇവളെന്താ ഇവിടെ. അങ്ങനെ ഇവരും നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. നീ എന്താ ഇവിടെ? അല്ല, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുക. എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നാണ്. എന്നിട്ട് നീ ഡോക്ടറെ കണ്ടു രേവതി? ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്ന് തന്നു. ഇന്നലെ മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. അല്ല, നീ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ അതാ ചോദിച്ചത്, എന്താവശ്യത്തിനെന്ന്. അത് പിന്നെ പറ, എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ നിന്നെ പൗഡറേട്ടെത്തി എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് കള്ളത്തരം? അല്ല, എന്താ ആവശ്യമെന്ന് പറയുന്നില്ലല്ലോ നീ എന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞങ്ങളുടെ ഷോറൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാ. അത് ഷോറൂമിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. ആഹാ, അതുകൊള്ളാം. അപ്പോൾ കടയിൽ കച്ചവടമൊന്നും ഇല്ലേ? ഇപ്പോൾ നടന്ന് വിൽക്കലായോ? ഇപ്പം നടന്നാണോ എല്ലാ സാധനങ്ങളും വിൽക്കുന്നത്? അല്ല, ഇങ്ങനെ സാധനങ്ങളും കൊണ്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, സാധനങ്ങൾ നടന്നു വിൽക്കുന്നതല്ല, ഇത് കുറച്ച് കെറ്റിലാ. അത് ഇവിടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ ഷോറൂം തേടി വരും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്താ പൗഡറേട്ടെത്തി, വല്ല ഭ്രാന്താണോ? ഈ സാധനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് എന്താണ്, തലക്ക് സ്ഥിരതയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ കളിയാക്കുകയാണ്. അപ്പോഴേക്കും രേവതി, സച്ചിയേട്ടാ ഒന്ന് നിർത്ത്, സച്ചിയേട്ടാ മിണ്ടാതിരിക്കുക, ശ്രുതി പറയട്ടെ. ഇതിങ്ങനെ കെറ്റിലിങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഞങ്ങളുടെ ഷോറൂം തേടി ആൾക്കാർ വരുമല്ലോ, അവിടെ നിന്ന് വലിയ വലിയ സാധനങ്ങളെല്ലാം മേടിക്കും. അത് ശരി, ഹോസ്പിറ്റലിലെക്കാരെന്താണ് വലിയ വലിയ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണോ വരുന്നത്? അല്ല സച്ചിയേട്ടാ, ചിലപ്പോൾ സിയുടെയൊക്കെ ആവശ്യം വരുമല്ലോ അല്ലേ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ, സിയുടെയൊക്കെ ആവശ്യം വരുമല്ലോ, അതുകൊണ്ടാ ഞാനിങ്ങനെ ഈ കെറ്റില് മിക്കവർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അതിനു വേണ്ടിയാ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്ന് പറയുക. അതേതായാലും നല്ല ഐഡിയ ആണ് ശ്രുതി, നിന്റെ ബിസിനസ് നന്നായിട്ട് തന്നെ വിജയിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ ശ്രുതി ഇതൊക്കെ ആയിട്ട് വന്നത്? നിന്റെ ഭർത്താവില്ലേ കൂടെ? നിന്റെ ഭർത്താവിനോട് വരാനായിട്ട് പറയാൻ പാടില്ലായിരുന്നോ? അപ്പോൾ സച്ചി, പിന്നെ പൗഡറേട്ടത്തിയുടെ ഭർത്താവ് അവനോ? അവൻ വരും, അവൻ കുഴി മടിയൻ. അവിടെ ആ ഷോറൂമിൽ തന്നെ കറങ്ങുന്ന കസാരയിലിരുന്ന് എല്ലാവരെയും ഭരിപ്പിക്കാനാണ് അവനിഷ്ടം. അല്ലാതെ ഇങ്ങനെ ബിസിനസ് ചെയ്യണമെന്നും അവന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നും പറയുകയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ഏതായാലും ഞങ്ങളൊരു പരിചയക്കാർ ഇവിടെ കിടക്കുന്നുണ്ട്. പരിചയക്കാരോ? ആര്? അത് പിന്നെ ആദിയാണ്. ആദിക്കേ ഭയങ്കര ഒരു ഇത് പറ്റി. കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റി. തലയിൽ വലിയൊരു മുറിവുണ്ട്. കൊച്ചിൻ്റെ കണ്ണും മൂടി കെട്ടിയിരിക്കുക. അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ആണോ? എങ്ങനെയുണ്ട് ആദിക്ക്? ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ? കുറവുണ്ടെന്ന് പറഞ്ഞോ? എന്നിങ്ങനെ ഭയങ്കര ആദിയോടെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇത് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരു ഡൗട്ട്. എന്താണ് പൗഡറേട്ടത്തിക്ക് ഇത്ര വെപ്രാളം? അല്ല, ഇന്നേ വരെ കാണാത്ത ഒരു കൊച്ചിനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, രേവതി പറഞ്ഞല്ലോ കൊച്ചിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു കുഞ്ഞി കൊച്ചല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ശ്രുതി, ഡോക്ടർ പറഞ്ഞ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ്. അല്ല, ശ്രുതിക്ക് ആ കൊച്ചിനെ അറിയാം, ആദി. പിന്നെ അന്നെൻ്റെ താലി പിരിച്ചുകെട്ടൽ ചടങ്ങില്ലേ, ആ ചടങ്ങിന് ആദിയും ആദിയുടെ അമ്മമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നീ കണ്ടിട്ടുണ്ട് ശ്രുതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കിപ്പോൾ മനസ്സിലായി ആരാണെന്ന് എന്നിങ്ങനെ പറയുക. ഏതായാലും നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ആൻറ്റിക്കും ഒന്നും കഴിച്ചിട്ടില്ല, പാവം ആ കൊച്ചിന് വേണ്ടി കാവലിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കും പുറത്തു പോയി എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കണം, ക്യാൻറ്റീനിൽ നിന്ന് ആൻറ്റിക്കും കുറച്ച് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരണം. അയ്യോ, എന്തിനാണ് രേവതി
നീ എന്തിനാ അവർക്കൊക്കെ ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുന്നത്? നിനക്ക് തീരെ സുഖമില്ലാത്തതല്ലേ? നിനക്ക് പോയി വിശ്രമിച്ചൂടെ? നീ എന്തിനാ ഇങ്ങനെ അവരവർക്ക് വേണ്ടി ചെയ്യുന്നത് ചോദിക്കുക. ഇത് കേട്ടപ്പോഴേക്കും എന്താണ് പൗഡർ ഏട്ടത്തിക്ക് ഇപ്പോൾ രേവതിയോടൊരു സ്നേഹം? അല്ല, പനിച്ച് വരച്ച് റൂമിൽ കിടന്നേച്ച രേവതിയെ അമ്മായിയമ്മ അടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് പൗഡർ ഏട്ടത്തി. ഇപ്പം എന്താണാവോ പൗഡർ ഏട്ടത്തിക്ക് സ്നേഹം പൊട്ടിമുളച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അല്ല അതല്ല, വെറുതെ എന്തിനാണ് ഇവിടെ കിടന്ന് തിരിഞ്ഞാലേ എന്നത് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ശ്രുതി. പിന്നെ അവർക്കാരും ഇല്ലല്ലോ. ഞങ്ങൾ ഏതായാലും ആദ്യം മോനെ ഡിസ്ചാർജ് ചെയ്തിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അതുവരെ അവർക്ക് വേണ്ടി ഇവിടെ കാവലിരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നിങ്ങനെ പറയാം. ഏതായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഏതായാലും പൗഡർ ഏട്ടത്തിൽ പോയി എല്ലാവർക്കും കെറ്റിന് കൊടുക്കാനായിട്ട് നോക്ക്. ആ വാർഡിൻ്റെ അവിടെയൊക്കെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉണ്ട്, അവിടെയാണ് ആദിയുടെ അമ്മമ്മയും കൂടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ ശരി. അങ്ങനെ ഇവരങ്ങോട്ട് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന രീതിയിൽ നേരെ ഈ ആദി കിടക്കുന്ന റൂമിലേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അമ്മയ്ക്ക് വളരെയേറെ ആശ്വാസം. അവിടെ സച്ചിയും രേവതിയൊന്നും ഇല്ലല്ലോ. ശ്രുതിയാണെങ്കിൽ ആദിയെ തന്നെ നോക്കുകയാണ്. ആദിയെ കണ്ടപ്പോഴേക്കും ചങ്ക് പെടഞ്ഞു പോയി. കാരണം കണ്ണിലൊരു കെട്ടൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ ആദി. അങ്ങനെ ആദിയുടെ അടുത്ത് പോയിരുന്നിട്ട് ആദി, മോനെ ആദി എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? ദേ മോൻ്റെ ആൻറ്റിയാണ് വന്നിരിക്കുന്നത്. അതേ ആൻറ്റിയുടെ ശബ്ദം കേൾക്കുന്നില്ല മോനെ കണ്ണ് തുറക്ക് മോനെ കണ്ണ് തുറക്ക് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ്. ആൻറ്റിയുടെ ശബ്ദം എങ്ങനെ മനസ്സിലാവാനാണല്ലേ? ഞാൻ ഒച്ചത്തിൽ ആദ്യന്ന് പോലും വിളിച്ചിട്ടില്ല, ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണല്ലേ എൻ്റെ ശബ്ദം മനസ്സിലാവുന്നത്? എനിക്കറിയാം മോനെ. ദേ നിൻ്റെ മനസ്സിൽ എത്രമാത്രം സങ്കടമുണ്ടെന്ന് അതേപോലെ എൻ്റെ മനസ്സിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടവും തോന്നി. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്നോട് ക്ഷമിക്ക്, എൻ്റെ ഒരു സാഹചര്യം അങ്ങനെയായി പോയി മോനെ, എന്നോട് ക്ഷമിക്കണം. നിന്നെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ പോലും തരാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ദേ നീ എൻ്റെ അടുത്ത് വരുമ്പോഴും നീ എന്നെ ഒച്ചത്തിൽ വിളിക്കുമ്പോഴും നിന്നെ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടാ, എൻ്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടിട്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ മോനെ. ദേ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഭയങ്കര കരച്ചിലാ. ശ്രുതി എണ്ണിങ്ങനെ പറഞ്ഞ് കരയാണ്. എന്നോട് ക്ഷമിക്കണം മോനെ, നിന്നെ എങ്ങും കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയാണല്ലോ എനിക്ക് ഉള്ളത്. ദേ ഒരു കാലം വരെ അമ്മയ്ക്കൊന്ന് സൂക്ഷിക്കായിരുന്നില്ല അമ്മേ. എന്തിനാ അമ്മേ ആദ്യം ഒറ്റക്ക് വിട്ടത്? അമ്മയെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ ആദിയെ? എന്നിട്ട് ആദിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ ശ്രുതി? ഞാൻ നോക്കിയതൊക്കെയാണ്. പെട്ടെന്നാണ് എനിക്ക് അടുക്കളയിലേക്ക് പോകേണ്ടി വന്നത്. ആ സമയം കൊണ്ട് ഒന്ന് കണ്ണ് തെറ്റിയതേ ഉള്ളൂ. ആ സമയം കൊണ്ടാ ആദ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഇങ്ങനെ എണ്ണി പറഞ്ഞ് കരയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അമ്മ, എന്നോട് ക്ഷമിക്കണം അമ്മേ. ദേ ആദിക്ക് ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം നമ്മൾ രണ്ടുപേരും തന്നെയാണ്. നമ്മൾ രണ്ടുപേരും അവൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിരുന്നെങ്കിൽ ദേ അവൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൻ സന്തോഷത്തോടെ ജീവിച്ചായിരുന്നു തന്നെ. ശ്രുതി നീ ആ പറഞ്ഞ സത്യം തന്നെയാണ് മോളെ. കാരണം നമ്മൾ രണ്ടുപേരും അവൻ്റെ രണ്ട് കയ്യിലും പിടിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ എങ്ങനെയാ അമ്മേ അവൻ്റെ രണ്ട് കയ്യിലും നമ്മൾ രണ്ടുപേരും പിടിക്കുന്നത്? ഞാനങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നോ? എനിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതമ്മേ. അല്ലാതെ ഞാനൊരിക്കലും ഇവനെ മറക്കില്ലമ്മേ. കാരണം ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകനല്ലേ ഇവൻ, എൻ്റെ പൊന്നോമന. അപ്പോൾ എനിക്കിവനെ മറക്കാനായിട്ട് കഴിയുമോ അമ്മേ? ഇപ്പോൾ ശ്രുതി വലിയ ബിസിനസ്സൊക്കെ തുടങ്ങി. ആ ബിസിനസ്സിലേക്ക് മാത്രമായി ചിന്ത. ഇപ്പോൾ അവൻ്റെ കൈയും പിടിച്ച് ഞാൻ നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊരു നല്ല ജീവിതം കിട്ടുമായിരുന്നോ? അപ്പോഴും ശ്രുതി അവിടെ പൊങ്ങച്ച വർത്തമാനമാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അതിൽ ഇഷ്ടപ്പെടുന്നില്ല. കാരണം സ്വന്തം നൊന്ത് പ്രസവിച്ച മകനേക്കാളും വലുതാണോ വലിയൊരു ജീവിതം എന്നൊക്കെയാണ് അമ്മ അവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മേ വരൂ അമ്മേ, ഇവനെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു കാലം വരൂ അമ്മേ.
അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ശ്രുതി, നിനക്ക് നിൻ്റെ വീട്ടുകാരോട് പറയാൻ പാടില്ലേ ശ്രുതി? ദേ, ശ്രുതിയോട് പറ, നിൻ്റെ മകനാണെന്ന് നീ വീട്ടുകാരോട് പറ, അവരംഗീകരിക്കും. അമ്മേ, അംഗീകരിക്കുന്നൊരു കാലം വരും, അതുവരെ കാത്തിരിക്കണം. അവൻ എൻ്റെ ഒപ്പം ജീവിക്കും, എന്നെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കും. ദേ, അങ്ങനെ ഒരു അവസ്ഥ വരും അമ്മേ, അതുവരെ നമ്മെ കാത്തിരുന്നേ മതിയാവുള്ളൂ. ഇപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേ, എൻ്റെ ജീവിതം ഇനി എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഏത് നിമിഷവും എനിക്ക് എന്ത് സംഭവിക്കാം മോളെ. എനിക്ക് ഇവൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമേ സങ്കടമുള്ളൂ. ഞാനും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം എന്താകും മോളെ, നീ ഒന്ന് ചിന്തിച്ച് നോക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മയും ഭയങ്കരേറെ കരച്ചിലാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് പിന്നോട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അമ്മേ, ഞാൻ പോവാണ്. സച്ചിയും രേവതിയും ചിലപ്പോൾ ഇങ്ങോട്ട് വന്നേക്കും. ഞാൻ കുറച്ച് മുമ്പ് അവരെ കണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് പോട്ടെ. അവർ പോയി കഴിയുമ്പോൾ തന്നെ അമ്മ എന്നെ വിളിക്കണം. ഞാൻ രാത്രി വരാം അമ്മേ. എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് ഞാൻ രാത്രി വന്നേക്കാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടവും തോന്നുക. അങ്ങനെ ശ്രുതി ഇങ്ങനെ കെറ്റിൽ കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ദേ വരുന്നു സച്ചിൻ രേവതിയും ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിന്നിട്ട് സച്ചിൻ രേവതി പറയാണ്, സച്ചിയേട്ടന് വീട്ടിൽ പോകണമെന്നുണ്ടോ? നീ എന്തൊക്കെയാണ് രേവതി പറയുന്നത്? ഏതായാലും അതൊക്കെ കഴിയട്ടെ, അടുത്തൊക്കെ പോയാൽ മതി. അപ്പോൾ ശ്രുതി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ചു പോയി. കയ്യിൽ കെറ്റിലുണ്ടല്ലോ, അപ്പോൾ കെറ്റിൽ കൊടുത്തില്ലെന്നല്ലേ ചോദിക്കുള്ളൂ. അങ്ങനെ ഈ കെറ്റിലും കൊണ്ട് നേരെ ശ്രുതി ഒരാളുടെ അടുത്ത് പോയിട്ട്, ചേട്ടാ ഈ കെറ്റിൽ ഇവിടെ നിന്ന് ഇരിക്കട്ടെ ചേട്ടാ, ഇപ്പം ഞാൻ വരാതെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു സച്ചിൻ രേവതി. ആഹാ, നിങ്ങൾ വന്നോ? ആ, ശ്രുതി പോയില്ലായിരുന്നോ? കെറ്റിലൊക്കെ കൊടുത്തോ? ആ, കെറ്റിലൊക്കെ എല്ലാം കൊടുത്തു. ആണോ? ഞങ്ങളേതായാലും ദേ ഈ ഭക്ഷണം കൊണ്ട് ആൻ്റെ അടുത്തേക്ക് പോവാണ്. ആണോ? എന്നിട്ട് ആദ്യം കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ, ആദ്യം കണ്ടു. എന്നിട്ട് ആൻറ്റിക്ക് നിന്നെ മനസ്സിലായോ? ആ, ആദ്യം എന്നെ മനസ്സിലായില്ല. പിന്നീട് ആരാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ കാര്യം പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത്, എന്നെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആണോ? അല്ല, നിങ്ങളെന്താ പോകുന്നില്ല? ഇല്ല, ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിങ്ങൾക്ക് പോകാനായിട്ട് പാടില്ലേ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി അന്വേഷിച്ച് നടക്കാൻ പാടില്ല. നിങ്ങളുടെ ജോലി കളഞ്ഞ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് സാരമില്ല ശ്രുതി, ഞങ്ങൾ ദിവസക്കൂലിക്കാരല്ലേ, ഞങ്ങൾക്ക് വലിയ ശമ്പളമോ അങ്ങനെയൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് വലിയ ഷോറൂമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ ബിസിനസ് മാനൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ കുറച്ചിങ്ങനെ സമയം കളഞ്ഞെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ശ്രുതി. ഞങ്ങൾക്ക് പണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തയും ഇല്ല ശ്രുതി എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചി കിട്ടേണ്ടത് കിട്ടിയല്ലോ, പടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതല്ല, നിങ്ങൾ ഇനി അപ്പം ഇപ്പം പോകുന്നില്ലേ? ഇല്ല, ഞങ്ങളേതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്നാലും ആ കൊച്ചിന് അച്ഛനും ഇല്ല അമ്മയില്ല. അല്ല, അമ്മ ദുബായിൽ എന്നല്ലേ രേവതി പറഞ്ഞത്? ദുബായിൽ എന്നൊക്കെയാ പറഞ്ഞത്. അവൾ എന്തിനാണ് ആ ദുബായിൽ പോയി കിടക്കുന്നത്? സ്വന്തം അമ്മയെപ്പോലും ഉപേക്ഷിച്ചിട്ട് ദുബായിൽ പോയി കിടക്കുകയാണ്. ഒന്ന് അമ്മയെയും മകനെയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ സ്വന്തം ജീവിതം തേടി പോയിരിക്കുന്നു. ഇവളെയൊക്കെ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ആദിയുടെ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ ആദിയുടെ അമ്മ ശ്രുതിയാണല്ലോ. ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ കഴിയില്ല. ഒന്ന് നിർത്താവോ നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ച്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതേ, നിങ്ങളെന്തിനാണ് അവരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട്, അവർക്ക് അങ്ങനെയാണ് ഇഷ്ടം, അത് അവരുടെ ഇഷ്ടങ്ങളല്ലേ. അവരുടെ ഇഷ്ടത്തിൽ നമ്മളെന്തിനാ തലയിടാനായിട്ട് പോകുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും പൗഡറേട്ടത്തിൽ ചെന്നാട്ടെ, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും അവിടുന്ന് പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.